കുന്നേൽ പള്ളിയുടെ ചരിത്രം ഭാഗം 3. കുന്നേൽ കപ്പേളയുടെ പുനരുദ്ധാരണം. ടിപ്പുവിന്റെ പടയോട്ടത്തിന് ശേഷം കുന്നിലെ പഴയ ദേവാലയം തീർത്തും അവഗണിക്കപ്പെട്ടു. വൃക്ഷങ്ങളും കാടും നിറഞ്ഞു കിടന്ന കുന്നിലെ കപ്പേളയിൽ പ്രാർത്ഥിക്കാനും തിരി തെളിയിക്കാനും ആരും പോകാത്ത അവസ്ഥയിൽ കപ്പേള തീർത്തും ജീർണിച്ചുപോയി. കപ്പേള ഇടിഞ്ഞു വീണു. ഇതിനിടയിൽ തലമുറകൾ പലതും കടന്നുപോയി. എന്നാൽ ഒരു നൂറ്റാണ്ടിന് ശേഷം കുന്നിലെ കപ്പേള വീണ്ടും ജനശ്രദ്ധ ആകർഷിക്കുവാൻ സർവശക്തൻ വഴിയൊരുക്കി. കുന്നിലെ വനത്തിൽ കന്നുകാലികളെ മറ്റും മേയിക്കാൻ ആളുകൾ പോവുക പതിവായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിൽ ഉണ്ണീശോ കപ്പേള സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് കന്നുകാലികളെ മേയ്ക്കാൻ പോയ ആളുകളിൽ ചിലർ ആകസ്മികമായ ചില കാഴ്ചകൾ കാണുവാനിടയായി. അവഗണനയാലും കാലപ്പഴക്കത്താലും ജീർണിച്ച് ഇടിഞ്ഞു വീണ കപ്പേള ഇരുന്ന സ്ഥലത്ത് അസാധാരണമായൊരു പ്രകാശം അവർ കണ്ടു. ഭയചകിതരായ ആളുകൾ ആലങ്ങാട് അങ്ങാടിയിലും പള്ളിയിലും ചെന്ന് പഴയ ഉണ്ണീശോയുടെ രൂപമിരുന്ന സ്ഥലത്ത് കണ്ട പ്രകാശത്തെക്കുറിച്ച് വിവരമറിയിച്ചു. അന്നത്തെ ആലങ്ങാട് പള്ളി വികാരിയും ജനങ്ങളും കുന്നിലെ പഴയ കപ്പേള ലക്ഷ്യമാക്കി പുറപ്പെട്ടു. തകർന്നു കിടന്നിരുന്ന കപ്പേളയിൽ പ്രകാശപൂർണമായി നിൽക്കുന്ന ഉണ്ണീശോയുടെ രൂപം അവർ കണ്ടു. ആലങ്ങാട് വികാരിയും ജനങ്ങളും ചേർന്ന് ഭക്തിപൂർവം ഉണ്ണീശോയുടെ രൂപം അവിടെ നിന്നും എടുത്ത് ആലങ്ങാട് പള്ളിയിലെത്തിച്ചു. ആലങ്ങാട് പള്ളിയിലെ ചെറിയ മതയിൽ രൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആലങ്ങാട് പള്ളിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ഉണ്ണീശോയുടെ രൂപം അപ്രത്യക്ഷമായി. വികാരിയും ജനങ്ങളും ഭയചകിതരും അസ്വസ്ഥരുമായി. രൂപം മോഷ്ടിക്കപ്പെട്ടു എന്ന വാർത്ത നാട്ടിൽ പ്രചരിച്ചു. കാണാതായ ഉണ്ണി രൂപം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിനിടയിൽ കുന്നിലെ പഴയ കപ്പേളയിൽ രൂപം കണ്ടെത്തിയ സ്ഥാനത്ത് ആരോ വിളക്ക് വയ്ക്കുന്നതിനു വേണ്ടി പോയി. വിളക്ക് വയ്ക്കാൻ പോയവർ പഴയ രൂപം അവിടെ ഇരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു. വിളക്ക് വയ്ക്കുന്നതിനു പകരം അയാൾ ആലങ്ങാട് പള്ളിയിലേക്കോടി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ വിവരമറിയിച്ചു. അച്ഛനും ജനങ്ങളും കുന്നിലെ പഴയ കപ്പേളയിലേക്ക് പുറപ്പെട്ടു. ഉണ്ണീശോയുടെ രൂപം അത് ആദ്യം കാണപ്പെട്ട സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടു. ഈ സംഭവത്തിൽ അസാധാരണത്വമുണ്ടെന്ന് ബോധ്യപ്പെട്ട ആലങ്ങാട് വികാരി വിവരം മെത്രാനെ അറിയിക്കുകയും ചെയ്തു. സംഭവിച്ചതെല്ലാം സാഗൂതം ശ്രദ്ധിച്ച മെത്രാനച്ചൻ രൂപം കുന്നേൽ കപ്പേളയിൽ നിന്ന് മാറ്റരുതെന്നും ജീർണിച്ച കപ്പേള എത്രയും വേഗം പുനരുദ്ധരിച്ച് രൂപം അവിടെ തന്നെ പുനഃപ്രതിഷ്ഠിക്കണമെന്നും കൽപ്പിച്ചു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിൽ ആലങ്ങാട് കുന്നേൽ കപ്പേള ഒരിക്കൽ കൂടി പുനരുദ്ധരിക്കപ്പെടുകയും രൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മേൽപ്പറഞ്ഞ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കുന്നേൽ കപ്പേളയിലെ ഉണ്ണീശോയുടെ രൂപത്തെ അത്ഭുത ഉണ്ണീശോയുടെ രൂപമെന്ന് ജനങ്ങൾ വിശേഷിപ്പിക്കാൻ തുടങ്ങി.